ഭൂമി അച്യുതനെക്കുറിച്ച് ഓരോ കാര്യങ്ങളിങ്ങനെ ഓർക്കുന്നുണ്ട്. വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചതും എല്ലാ കാര്യങ്ങളും അങ്ങനെ അവർ തമാശ രീതിയിൽ നടന്നതും എല്ലാം ഓർത്തിട്ട് ഇങ്ങനെ കരയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഭവാനി അഞ്ജനയെ വന്ന് വഴക്ക് പറയുന്നുണ്ട്. നീ ഇങ്ങനെ ഇരുന്നോ, എന്ത് പറഞ്ഞാലും അറിയില്ല, നായുടെ വാല് 12 കൊല്ലം കുഴലിട്ടാലും നിവരില്ല എന്ന് പറയുന്ന പോലെയാണ് നിന്റെ കാര്യം. വലിയച്ഛനെ കയ്യിലെടുക്കാൻ പറഞ്ഞിട്ട് നീ എന്തെങ്കിലും ചെയ്തോ? ഭൂമിയെ ഭയങ്കര ഇഷ്ടമാണ് വലിയച്ഛന്. അപ്പോൾ അജയെ ഇഷ്ടമാണെന്ന് ഭൂമി പറഞ്ഞാൽ അവരുടെ കല്യാണം നടത്തി കൊടുക്കാനും അയാൾ മടിക്കില്ല. അയാളുടെ പേരിൽ ഏക്കർ കണക്കിന് സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്, എസ്റ്റേറ്റും ഒക്കെ ഉണ്ട്. അതെല്ലാം നിന്റെ കയ്യിൽ വരണമെങ്കിൽ നീ അയാളെ സ്നേഹിക്കണം, നീ പറയുന്നതായിരിക്കണം വലിയച്ഛന് ഏറ്റവും വലുത്, അങ്ങനെ ആക്കി തീർക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജനയുടെ അടുത്ത് ഭവാനി പറയുന്നുണ്ട്. ചിലപ്പോൾ അജയ് ഭൂമി ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരാനും മടിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഭൂമി തുണി മടക്കി വെക്കുമ്പോൾ ചിലങ്ക കാണുന്നുണ്ട്. ചിലങ്ക കണ്ടതും അച്ഛനെക്കുറിച്ച് ഓർക്കുകയാണ്. അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. നന്നായി ഡാൻസൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അരങ്ങേറ്റം നടത്തുമ്പോൾ ആദ്യമായി ചിലങ്ക കെട്ടുന്നത് ഞാൻ വാങ്ങിത്തന്ന ചിലങ്കയാണ് നീ കാലിൽ കെട്ടേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനും പറയുന്നുണ്ട്. അതൊക്കെ ഓർത്തിട്ട് അവൾ പിന്നെയും കുറേ കരയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ലക്ഷ്മിയാണെങ്കിൽ അടുക്കളയിൽ നിന്ന് ഓരോന്നിങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുകയാണ്. അംബിക നേരത്തെ പറഞ്ഞ കാര്യങ്ങളും മോള് നന്നായി പഠിച്ചതാണ്, +2 കഴിഞ്ഞ് നല്ല മാർക്കോടെ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. അത് കഴിഞ്ഞിട്ട് മെഡിസിന് വിട്ടാക്കണമെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പൈസ ഇല്ലാത്തതുകൊണ്ട് വിട്ടാക്കില്ല. അപ്പോഴേക്കാണ് അച്ചുവേട്ടനൊരു ആക്സിഡൻറ്റ് സംഭവിച്ചത്. പിന്നെ വണ്ടി ഓടിക്കാനും ഭൂമി വിട്ടാക്കില്ല. എന്തോ ഡിഗ്രി കഴിഞ്ഞു, എൻ്റെ മോള് ഇങ്ങനെ ഇവിടെ ജീവിക്കേണ്ടവളൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ലക്ഷ്മി അടുക്കളയിൽ പണി ചെയ്യുമ്പോൾ അങ്ങനെ ഓർക്കുന്നുണ്ട്. സൗഭാഗ്യവൃത്തെ എല്ലാവരും കൂടെ ദീപാവലിയെക്കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യണം. നമുക്ക് ദീപാവലി നടത്തണം, ആ കാര്യങ്ങളെല്ലാം അജയുടെ അച്ഛനെ ഏറ്റെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും സത്യദാസ് വരുന്നുണ്ട്. സത്യദാസ് അജയോട് ചോദിക്കുന്നുണ്ട്, അച്യുതൻ്റെ മർഡർ കേസ് എവിടം വരെ എത്തി എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കൊരു സംശയമുണ്ട്, അച്യുതനെ അയാളുടെ ഭാര്യ ഒരിക്കലും കൊല്ലില്ല എന്ന് എനിക്കൊരു തോന്നലുണ്ട്. ഇതിൽ വേറെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അജയ് പറയുന്നുണ്ട്, അത് സത്യമാണ്, പോലീസുകാർക്കും ചില സംശയങ്ങളുണ്ട്. ആ റൂമിൽ മൂന്നാമതൊരാൾ കൂടി ഉണ്ടായിരുന്നു എന്ന് മൊഴി തന്നിട്ടുണ്ട് അംബിക. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതേയായിട്ടും സത്യദാസ് പറയുന്നുണ്ട്, ഞാൻ സർവീസിലിരുന്ന കാലത്ത് എൻ്റെ കൂടെ നിന്ന് കൊല ചെയ്തിട്ട് വഴിതിരിച്ച് വിട്ട പല കേസുകളും ഉണ്ട്. എന്നിട്ട് ലാസ്റ്റ് അവരെ ഞങ്ങൾ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുപോലെ ആകരുത് ഈ കേസിൽ. ഈ കേസ് നീ നന്നായി പഠിച്ചിട്ട് വേണം ഹാൻഡിൽ ചെയ്യാൻ. ഈ കൊലയാളിയെ കണ്ടുപിടിക്കുക തന്നെ വേണം. ഇതിന് പിറകിൽ ആരെങ്കിലും നിന്നിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അജയ് പറയുന്നുണ്ട്, ഇതൊരു പ്ലാന്റഡ് മർഡർ ആവാനാണ് സാധ്യത എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശിയും കേട്ടിട്ട് പറയുന്നുണ്ട്, കൊലയാളി ആരാണെങ്കിലും അയാൾക്ക് നല്ല തക്കതായ ശിക്ഷ തന്നെ നൽകണം എന്ന് പറയുകയാണ്. ഭവാനി കുറച്ച് മാറി നിന്നുകൊണ്ട് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. കേട്ടിട്ട് മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഭാര്യയും മോളെയും ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത നീയാണോ കൊലയാളിയെ കണ്ടുപിടിക്കാൻ പോകുന്നത്? ഇത് രണ്ടും പ്ലാൻ ചെയ്തത് ഈ ഭവാനിയാണ്, അതുകൊണ്ട് അത് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നൊക്കെ മനസ്സിൽ അഹങ്കാരത്തോടെ അവൾ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഭൂമി സ്റ്റേഷനിലേക്ക് പോകാൻ നിൽക്കുന്നുണ്ട്. അച്ഛൻ്റെ ഫോട്ടോ നോക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനിത് എങ്ങനെ സഹിക്കും, എനിക്ക് എങ്ങനെ താങ്ങാൻ കഴിയും, എനിക്ക് ഇതിനെയൊക്കെ തരണം ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പുറകെ വന്നിട്ട് അച്യുതൻ പറയുന്ന പോലെ ഭൂമിക്ക് തോന്നുന്നുണ്ട്, അംബികയെ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് പോണത്, നീ അന്വേഷിച്ച് കണ്ടുപിടിക്കണം ആരാണ് കൊലയാളിയെന്ന്, നിനക്കതിന് കഴിയും, നീ തന്നെ ഇറങ്ങണം, എൻ്റെ മോള് ശ്രമിച്ചാൽ മാത്രമേ അത് നടക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് അച്യുതനെ കാണാനാവുന്നുണ്ട്. എന്നിട്ട് ഫോട്ടോ നോക്കിയിട്ട് അവൾ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ അമ്മയെ പുറത്ത് കൊണ്ടുവരും അച്ഛാ, കേസ് ഞാൻ തന്നെ അന്വേഷിച്ച് ഞാൻ കണ്ടെത്തും, ആരാണ് അച്ഛൻ്റെ കൊലയാളിയെന്ന് ഞാൻ കണ്ടെത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട് ഫോട്ടോ നോക്കിയിട്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.